ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വെണ്ട കൃഷീൻ്റെ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള വെണ്ട കൃഷി എന്തായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യണേ. അപ്പോൾ ഇത് വെണ്ട നമുക്ക് ഒരു വെണ്ട ഉണ്ടായിട്ടുണ്ട് വലുത്, പിന്നെ ഒക്കെ കുഞ്ഞു വെണ്ടകൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ഇതിലുണ്ടായിരുന്നത് അതിൻ്റെ ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി അതായിരിക്കും വെണ്ടാന്ന്, അതല്ല, അത് പൂവ് തൊഴിഞ്ഞു പോയതിൻ്റെ ശേഷം പിന്നെ ഇതിങ്ങനെ കായായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു വെണ്ട വലുത് അത് ഫസ്റ്റ് ഞാൻ അങ്ങനെ തന്നെ വെക്കുകയാണ്, അത് എടുക്കുന്നില്ല. അത് വിത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ നിർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ആകെ 2 വെണ്ടത്തയ്യേ നല്ലത് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ പോവുകയും ചെയ്തു. അപ്പോൾ ഇതിന്ന് തന്നെ വിത്തെടുത്തിട്ട് വേറെയും കൂടെ നട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനവിടെ നിർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തക്കാളി പൂവിട്ടതൊക്കെ അതുമൂലമൊക്കെ കുഞ്ഞ് തക്കാളിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെയും വൈകിട്ടൊക്കെ ഇത് നനച്ചു കൊടുക്കുന്നതുകൊണ്ട് അത് കൃത്യമായിട്ട് ഒക്കെ റെഡിയായി ഗ്രോത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് തക്കാളി തൈയിൽ, ഇതാ കുഞ്ഞു തക്കാളിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ടോ എന്നറിയില്ല, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ബാക്കിയൊക്കെ തക്കാളി ഒക്കെ ആയിട്ട് വരുമെന്ന് വിചാരിക്കുക. പിന്നെ ഞാൻ അതിന് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുള്ള തക്കാളി അതിനൊക്കെ ഞാൻ ചെറിയ വള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സപ്പോർട്ടിനൊക്കെ അവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ പയർ പൂവിട്ടിട്ടുണ്ട്, മീറ്റർ പയർ. പിന്നെ ഇതിന് വളം കുറച്ച് കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്, അതാണോ എന്നറിയില്ല. അതിൻ്റെ ലീഫൊക്കെ കുറച്ചൊരു ഗ്രോത്ത് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ തക്കാളിൻ്റെയൊക്കെ ഈ സൈഡിലാണ് ഞാൻ വള്ളിയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് സപ്പോർട്ടിന് കൊടുത്തിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യട്ടോ. പിന്നെ അതാ ചീര നട്ടത് റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.